ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, ഒരു 2-3 ഡേയ്സേ ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരുപാട് നാളെ ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്യാം, പിന്നെ ചെയ്യാം, അങ്ങനെ പറഞ്ഞ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നാളെ നാളെ നീളെ നീളെ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു 2-3 ഡേയ്സ് മുന്നേ എണീക്കുമ്പോൾ ഒരു മൈൻഡ് വന്നു, എന്തായാലും നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്ന മാതിരി. അങ്ങനെ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യായിരുന്നു ചെയ്തത്. സോ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ലോങ് വീഡിയോ ആണ്. ഒരു ലോങ് വീഡിയോ ഇടുന്നതിനെ പറ്റി പ്ലാൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് കണ്ടൻറ് ഇടുന്ന എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിൽ വന്നത്, എന്തായാലും ഈ പേർപ്പസിന് വേണ്ടിയിട്ട് ഞാനൊരു മൈക്രോഫോൺ മേടിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ ആ മൈക്രോഫോൺ അൺബോക്സ് ചെയ്തുകൊണ്ട് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്ന മൈക്രോഫോൺ. ബോയയുടെ ലെവലിയ മൈക്രോഫോണാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഞാനൊരു ബിഗിനർ ആണല്ലോ. സോ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് ഒരു മൈക്രോഫോൺ മേടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഇതെന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലുള്ള ഒരു മൈക്രോഫോണാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മൈക്രോഫോണാണ്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ബാക്കി എനിക്ക് തോന്നുന്നു യൂസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഇതിൻ്റെ റിവ്യൂ പറയാൻ പറ്റുള്ളൂ. ഞാൻ കേട്ടെടുത്തോളം ഇത് ബെറ്റർ ഒരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് ആമസോണിൽ ശരിക്കും പറഞ്ഞാൽ 809 റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് അൺബോക്സ് ചെയ്താലോ. ഇതിൽ ആക്ച്വലി ഒരു പൗച്ച് ഉണ്ട് കേട്ടോ. ബോയയുടെ തന്നെ ഒരു പൗച്ചിൻ്റെ അകത്താണ് ഇതിരിക്കുന്നത്. സോ അകത്ത് കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അകത്ത് സ്റ്റാർട്ടിൽ ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ട്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഓക്കെ, ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ മൈക്രോഫോൺ. പിന്നെ ഇതല്ലാതെ എനിക്ക് തോന്നുന്നു ഇതിൽ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് DSLR ക്യാമറയിലോ അല്ലെങ്കിൽ ക്യാമറാസിൽ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇത് ക്യാമറയിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടൺ എനിക്ക് തോന്നുന്നു ഇത് മേലോട്ട് ആക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ യൂസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തൊരു പ്ലേസ് ഉണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബാറ്ററിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റുന്നൊരു സ്പേസ് ആണെന്ന് തോന്നുന്നു. ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ യൂസ് വരുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ ഈ ബോക്സിനകത്തുള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു വാറൻറ്റി കാർഡാണ്. വാറൻറ്റി കാർഡുണ്ട്. 1 ഇയർ വാറൻറ്റിയാണ് ഈ പ്രോഡക്റ്റിന് ആമസോണിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു യൂസർ മാനുവലും കൂടെ ഉണ്ടാവും. ഒരു യൂസർ മാനുവലും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണ്ടൻസ്. പിന്നെ നമുക്ക് ഒരു ചെറിയ പൗച്ച് ഉണ്ടായിരുന്നല്ലോ, അതിലെന്താന്ന് നോക്കാം. ഓക്കെ, ഇത് വിൻഷീൽഡാണ് ഉള്ളത്. നമുക്ക് ഈ മൈക്ക്, എനിക്ക് തോന്നുന്നു ഈ മൈക്ക് നമുക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് ഈ മൈക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റും എന്നാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ക്ലിപ്പും മൈക്കും കൂടെ ചേർത്തിട്ട്. നമുക്ക് മിസ്സായിപ്പോയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിനകത്ത് ഇടാനുള്ളതാണ് തോന്നുന്നത്. പക്ഷെ അതിപ്പോൾ യൂസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കത് വഴിയെ നോക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഒരു ട്രയൽ കൂടി നോക്കിയാലോ. അതായത് ഇപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിട്ടും മൈക്ക് കണക്ട് ചെയ്യാതെയുമുള്ള ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ഇതാണ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് മൈക്ക് കണക്ട് ചെയ്യാതെയാണ്. ഇനി ഞാനത് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്തിട്ട് സംസാരിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, മൈക്ക് കണക്ട് ചെയ്തും കണക്ട് ചെയ്യാതെയുള്ളത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഈ നോയ്സ് നല്ല രീതിയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ മൈക്കിന്. പിന്നെ അതല്ലാതെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും ഒക്കെ നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറൊരു പേർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കിന് വന്നിട്ട് ഐ ഷോ യു. ഞാൻ മൈക്ക് കട്ട് ചെയ്യാണ്. ഇതിൻ്റെ വയർ കണ്ടോ, ഇതിൻ്റെ ഈ വയറിന് കേബിളിന് ഇത്രയും ലെങ്ത് ഉണ്ട്. അതായത് ഇത്രയും ഒരുപാട് ലെങ്തിയാണ് ഈ കേബിൾ. സോ അതും ഇതിൻ്റെ ഒരു പേർക്കായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
സോ ഓവറോൾ എനിക്ക് ഇതുവരെ ഇന്ന് കണ്ടതിൽ വെച്ചിട്ട് ഐ ഫീൽ ലൈക്ക് ഒരു നല്ല ഡിവൈസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു ഇത് യൂസ് ചെയ്ത് വരുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. അതെന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒരു എൻഡിൽ വന്നേക്കാണ്. താങ്ക് യു എവ്രി വൺ ഫോർ ലിസ്ണിംഗ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും.